ജിഗ് ജിഗ് ജ ജിഗ് ജിഗ് ജ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര കോമഡി നടക്കും കേട്ടോ, നിങ്ങൾ ഫുള്ള് വീഡിയോ കാണണം. അപ്പോൾ മൈ വേ ബൈ കല്യാണി, അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്തും അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. 1-2 പേര് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് തോന്നിയ ഒരു സപ്പോർട്ട് കണ്ടത് നമ്മുടെ സ്വന്തം മൈ ഫ്രണ്ട് ഹെലനോസ് പാട്ടത്തെ ചെയ്തപ്പോഴാണ്. അപ്പം പാട്ട ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഒന്നും പറയണം കേട്ടോ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പം ഹെലൻ ഭയങ്കരമായിട്ട് മൈ വേ ബൈ കല്യാണിയെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഹെലന്റെ വീഡിയോ കാണാം. ജിഗ് ജിഗ് ജ ജിഗ് ജിഗ് ജ. ഹലോ മൈ വെരി 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 ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇന്ന് ഇച്ചിരി 2 പേര് കൂടുതലാണല്ലോ. സാധാരണ ഇങ്ങനെ പറയുന്നത് 2 പേര് കൂടുതൽ എന്തോ പറ്റി? ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ട് എന്തോ പറ്റി? കാരണം തിരക്ക് ആയിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാൻ തിരക്കും ആ വഴി കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും, അതുകൊണ്ടാണ് ഇടാണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഫീൽഡിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി. യൂട്യൂബിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്, ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ട്. ഏതോ ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോളുന്നതും നെഗറ്റീവായിട്ട് അത് ചിത്രീകരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ സ്കിന്നിൽ വന്നിട്ട് 7 മാസമായിട്ട് ആളിത് പറഞ്ഞില്ല. ആൾക്കാരോട് ഇത് ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞില്ല. അതങ്ങനല്ല. ഇവര് ഈ കണ്ട ക്രീംസ് ഇതെല്ലാം മുഖത്ത് വാരി തേച്ച് സ്കിന്ന് ഡാമേജ് ആയി, എന്നിട്ട് ആരും അറിയാതെ പോയി ചികിത്സ നടത്തുകയാണ്. ഇതിനെ പറ്റിയുള്ള ഇവർ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇവര് ഫേസ് യൂസ് ചെയ്യുന്ന, ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന അതേ ക്രീമാണ്. ഇതേ ക്രീമിനെ പറ്റിയാണ് ജനങ്ങൾ ഇന്നാ നിങ്ങൾ യൂസ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അതിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് സ്കിൻ ഡാമേജ് ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ കല്യാണി പറയുന്നത് മുഖത്തെന്തോ കറുപ്പ് പാട് വന്നു, അത് മാറ്റാൻ പോയെന്നാണ്. പക്ഷെ ഞാൻ ഡോക്ടറിനെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു അവര് അത് മാത്രമല്ല, വോട്ടവർ അത് അവര് തമ്മിൽ തീർക്കട്ടെ. നമുക്ക് അന്നേരം ധന്യ പറയുന്നതിനെ പറ്റി കേൾക്കാം. ധന്യ ബാക്കി പറ. ആൾക്കാരെ പറ്റിക്കുന്നു, ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നൊക്കെയാണ് നിങ്ങളുടെ വിഷയം. ഓക്കെ, ഹെലന് പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഹെലനും പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്. ഓക്കെ, പൈസ കിട്ടുന്ന പരിപാടിയാണ്, അവർ പ്രൊമോട്ട് ചെയ്യുന്നു. അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മോള് പറ മോളെ ബാക്കി. അതുപോലെ തന്നെ ഇവർ പൈസക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പറ്റിക്കും, പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട്. ഇപ്പം എന്റേത് വന്നിട്ടുള്ളത് ഗർസോപ്പിന്റെതാണ്. ഞാൻ ഗർസോപ്പിനെ പറ്റി 2 വാക്ക് എനിക്ക് പറയാനുണ്ടേ, ഇത് പോവല്ലേ കേട്ടോ. മാത്രമല്ല, ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ല എന്നോ നാളെ തന്നെ നിങ്ങളെ തീർത്ത് കളയുന്നോ ആരും പറയുന്നില്ല. ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. മാർക്കറ്റിൽ ദിസ് പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, ഏതൊരു ഇപ്പൊ എനിക്ക് എന്റെ സ്കിന്ന് നിനക്കൊക്കെ വേണോക്കെ മേടിച്ചാൽ മതിയടാ, നിനക്കൊക്കെ വേണോക്കെ മേടിച്ചാൽ മതി, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്നാണ് ഹെലൻ പറയുന്നത്. പക്ഷെ എന്നാ കാര്യങ്ങൾ അങ്ങനെയല്ല. നിനക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്ന് അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതിന് വ്യക്തമായിട്ടുള്ള എക്സാമ്പിൾസ്, കേസിന്റെ ഡീറ്റെയിൽസ്, എത്ര രൂപ ഫൈൻ അടച്ചിട്ടുണ്ട്, നമ്മുടെ മമ്മൂട്ടി അടക്കം ഇതിനകത്ത് പെട്ടുപോയ ആളുകളാണ്, അതിനൊക്കെ പറ്റി പറയാം. അത് ഹെലൻ പറയുന്നത് മൊത്തം നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് സംസാരിക്കാം. പിന്നെ റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ഇവിടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനോ, ഞാൻ പൊതുവെ ചെറുപ്പം തൊട്ടേ കാണിക്കുന്നുള്ളത് ഇവിടെയുള്ള നമ്മുടെ കാസർഗോഡുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് എന്റെ സ്കിൻ ഞാൻ കാണിക്കുന്നുള്ളത്. എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇഷ്യൂസ് അല്ല, എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വിഷയങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല. എന്റെ ഭാഗ്യം അത്. പക്ഷെ മറ്റേ കല്യാണിക്കൊച്ചിന്റെ കാര്യം അങ്ങനല്ല, നിനക്ക് ഭാഗ്യം. മറ്റേതൊന്നും ഒരു
4 മറ്റേ സൺസ്ക്രീം, മറ്റേ മോയ്സ്ചറൈസർ ഒരു 10 ഇത് പകുതി ഇവിടെ പകുതി ഇങ്ങനെയൊക്കെയാണ് കൊച്ചിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പിന്നെ അതിന്റെ സ്കിൻ അടിച്ച് പോയി കഴിഞ്ഞാൽ അതിശയിക്കാനൊന്നുമില്ല. അല്ലാണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ, വിറ്റാമിന്റെ കുറവ് അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിനെന്താ പറയാ സൺ ഇത് കാരണം എന്റെ ഫേസിൽ പണ്ട് തൊട്ടേ ഒരു അതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറെയാണ്. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. സീരിയസ്ലി. എന്നിട്ടാണ് ഇവര് വീഡിയോയ്ക്കകത്ത് വന്നിരുന്നിട്ട് പറയാണ്, ഇവര് വീഡിയോയ്ക്കകത്ത് വന്നിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കുളിച്ചു കഴിഞ്ഞാൽ വിളവിളാന്ന് വെളുക്കൊന്ന്. എന്നിട്ട് വന്നിട്ട് പറയാണ്, എന്നിട്ട് പറഞ്ഞേട്ടാ ഞാൻ ഒരുത്തിന്റെയും വീഡിയോ കണ്ടിട്ട് പോയി മേടിക്കാറില്ലെന്ന്. എന്റെ പൊന്നെ, ഇങ്ങനെ അല്ലെന്നെ നീ ഇങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറയാതെ. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പോയി സോപ്പ് മേടിച്ച് കുളിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രീമുമാര് മുഖത്തും തേക്കുന്നവര് മണ്ടന്മാരാക്കുന്ന വർത്താനം പറയല്ലേ നീ ഇങ്ങനെ വന്നിരുന്നിട്ട്. എന്റെ പൊന്ന് ഹെലനെ, സത്യങ്ങൾ തുപ്പാതെ. പിന്നെ നിങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ മലയാള സിനിമാ നടൻ മോഹൻലാൽ ഒരു ഐസ്ക്രീമിന്റെ പരസ്യം, കിവി ആണെന്ന് തോന്നുന്നു, ചെയ്യുന്നുണ്ട്. ഡെയിലി അവരുടെ വീട്ടിൽ ഐസ്ക്രീം അവർ തിന്നുന്നുണ്ട്. അവർ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും, ഐസ്ക്രീമേ കഴിക്കുന്നുണ്ടാവില്ല. പിന്നെ കണ്ണൻ ദേവൻ ചായ, ചിലപ്പോ ഈ ലാലേട്ടൻ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ലാലേട്ടൻ രാവിലെ കണ്ണൻ ദേവൻ ചായ കുടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കിവിന്റെ ഐസ്ക്രീം വെച്ച് ഡെസേർട്ട് നിന്ന് ഡെയിലി കിടക്കുന്ന ആളാണെന്നാണോ? ഇനി നെക്സ്റ്റ് നമ്മള് ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. ക്രിക്കറ്റ് ഇതുവരെയും കളിച്ചത് പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ ബൂസ്റ്റ് കലക്കി കുടിച്ചിട്ടായിരിക്കും, ആ എനർജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ചന്ദ്രികേന്റെ പരസ്യം ചെയ്തിട്ടുള്ള അമല പോള്, കീർത്തി സുരേഷ്, ഇവരൊക്കെ ചന്ദ്രിക സോപ്പിട്ടിട്ടാണ് കുളിക്കുന്നത്. ഇവര് ഡെയിലി. പിന്നെ ഫെയർ ആൻഡ് ലവ്ലിന്റെ പരസ്യത്തിൽ ഉണ്ടായിരുന്ന യാമി, അവരൊക്കെ ഫെയർ ആൻഡ് ലവ്ലി മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. ആലിയ ഭട്ട് കുറെ പ്രൊമോഷൻസ് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും അല്ലേ? അതൊന്നും ഇവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാരും അല്ല, ചില ആൾക്കാരാണ് ഞാൻ പറയുന്നത്. അവർക്ക് സംഭവം കണ്ണുകടി. ഇവരെ ഒന്നും ഒരു ബ്രാൻഡും കൊളാബറേഷന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നില്ല, അതാണ് ഇവരെ പ്രശ്നം. പിന്നെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. നമുക്ക് കണ്ണുകടി എന്നാണോ അതോ നമ്മളെയും കൂടെ ചേർത്താണോ പറഞ്ഞത്? നിങ്ങൾ തന്നെ പറയുന്നു, ഇറ്റ്സ് എ പ്രൊമോഷൻ, ഇറ്റ്സ് എൻ അഡ്വർടൈസ്മെന്റ്. നോബഡി ഈസ് ഫോഴ്സിങ് യു. നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഏതോ ഒരുത്തം പറയുന്നത് കേട്ടു, ഈ പണത്തിന് മീതെ പരുന്ത് പറക്കില്ല എന്നാണല്ലോ. പരുന്ത് പറക്കും. പരുന്ത് പറക്കുന്നതിന് താഴെ പണം വെച്ചാ മതി, പരുന്ത് പറക്കും. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ ഹെലൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സിനിമാ നടന്മാർക്കൊന്നും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് പൈസ ഉണ്ടാക്കുമ്പോഴാണ് പ്രശ്നങ്ങളെന്ന്. ഹെലൻ അന്നേരം കാര്യങ്ങളുടെ കിടപ്പുശത്തെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് 2016 പോകാം. ഇന്ദുലേഖയുടെ പരസ്യം, മമ്മൂക്കായിരുന്നു പരസ്യത്തിൽ അഭിനയിച്ചിരുന്നത്. വയനാടുള്ള ഒരു ചാത്തു എന്ന് പറയുന്ന 67 വയസ്സുള്ള ഒരു ചേട്ടൻ. അന്ന് പുള്ളി സോപ്പ് വാരി തേച്ചിട്ട് സൗന്ദര്യം നിങ്ങളെ തേടി വരും എന്നായിരുന്നു ഇതിന്റെ ടാഗിലേക്ക്. മമ്മൂക്ക വന്നിട്ട് സൗന്ദര്യം നിങ്ങളെ തേടി വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ പരസ്യം പറഞ്ഞത്. പുള്ളി ഇത് കുറെ വാരി സൗന്ദര്യം തേടി വരും എന്നും പറഞ്ഞിട്ട് പുള്ളി കുറെ വാരി തേച്ചി. നല്ല വില, അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ടായിരുന്നു ആ കാലത്ത് സോപ്പിന്. എന്നിട്ട് മമ്മൂട്ടിയുടെ കൂട്ടെങ്ങാണ്ട് പുള്ളി വെളുത്തോ? ഇല്ല, പുള്ളി കൊണ്ടുപോയി കേസ് കൊടുത്ത് അവസാനം 30,000 രൂപ കൊടുത്ത് കമ്പനിക്കാർ ഈ കേസ് ഒതുക്കേണ്ടി വരുന്നു. പലർക്കും ഇത് ഓർമ്മയുണ്ടാവും, ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അന്നത്തെ ആ ഒരു വാർത്ത ഞാനത് വെക്കാം. ഇന്ദുലേഖ സോപ്പ് ഉപയോഗിച്ചാൽ സൗന്ദര്യം തേടി വരുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പലവട്ടം സോപ്പ് തേച്ച് കുളിച്ചിട്ടും പണം ചോർന്നതല്ലാതെ ആരുടെയും സൗന്ദര്യം കൂടിയില്ല, തൊലി വെളുത്തതുമില്ല. അതിനിടെയാണ് ഇന്ദുലേഖ വഞ്ചിച്ചുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 24-ന് വയനാട് ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ സോപ്പ് കമ്പനിക്കും പരസ്യത്തിൽ അഭിനയിച്ച നടൻ മമ്മൂട്ടിക്കുമെതിരെ കേസ് ഫയൽ ചെയ്തത്. ഈ മാസം കോടതി കേസ് പരിഗണിക്കാനിരിക്കെയാണ് കമ്പനി ചാത്തുവിനെ സമീപിച്ചത്. 30,000 രൂപ നഷ്ടപരിഹാരം നൽകി കേസ് തീർപ്പാക്കുകയും ചെയ്തു. ജനുവരി 5-ാം തീയതി എന്നെ വക്കീൽ വിളിച്ച് കൽപ്പറ്റയ്ക്ക് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് കേസ് പിൻവലിച്ചൂടെ, അത് അവർ ഒരു ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടോന്ന്. സിനിമാ താരങ്ങളുടെ വാക്കുകൾക്ക് ജനങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടെന്നും അവർ പണം വാങ്ങി ജനങ്ങളെ കബളിപ്പിക്കരുതെന്നുമാണ് ചാത്തുവിന്റെ പക്ഷം. ഇന്ദുലേഖ സോപ്പ് ഹിന്ദുസ്ഥാൻ ലിവർ കമ്പനി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഒത്തുതീർപ്പെന്നാണ് സൂചന.
ആ കേസ് വെറും 30,000 രൂപയ്ക്ക് അങ്ങ് ഒതുക്കി. ചാത്തു 50,000 ചോദിച്ചത്, പിന്നെ അവര് 30,000 കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒതുക്കി. പക്ഷെ മനസ്സിലായ, ഒത്തീർപ്പിൽ അങ്ങ് അവസാനിച്ച്. നമ്മുടെ ഹെലൻ പറഞ്ഞത് മോഹൻലാൽ, കണ്ണൻ ദേവൻ അങ്ങനെയൊക്കെ ഉള്ളതിന് പരസ്യത്തിനകത്ത് അഭിനയിച്ചെന്നും പറഞ്ഞിട്ട് മോഹൻലാലിന് കിട്ടിയിട്ടില്ലെന്നല്ലേ? മോഹൻലാലിനും കിട്ടിയിട്ടുണ്ട് മണപ്പുറം ഗോൾഡിനകത്ത് അഭിനയിച്ചതിന്. അതിനെപ്പറ്റി ഞാൻ എടുത്തു വെക്കുന്നില്ല, നമ്മുടെ പരിപാടി അതല്ല. മോഹൻലാലിനും കിട്ടിയിട്ടുണ്ട്. ഇനി പോട്ടെ, നമുക്ക് ബോളിവുഡിലോട്ട് പോവാം. ഇവിടെ കിടന്ന് കളിക്കണ്ട, ഏറ്റവും വലിയ ആക്ടറിനെ എടുക്കാം, ഷാരൂഖ് ഖാനെ പിടിക്കാം. മറ്റേ പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, ഫെയർ ആൻഡ് ഹാൻസം എന്ന് പറയുന്ന ഒരു ഐറ്റം, ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ സാധനം തേച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഹാൻസം ആവുമെന്നും പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ പരസ്യം. നിഖിൽ ജെയിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, അത് 2013 കൊണ്ടുപോയി കേസ് കൊടുത്തു. 2025 അതിന്റെ തീർപ്പ് വരുന്നത്. കമ്പനിക്ക് മിയാമി എന്നല്ലേ എൻ്റെ മിയാമിയോ ഈ ഫെയർ ആൻഡ് ഹാൻസം ഉണ്ടാക്കേണ്ട കമ്പനിക്ക് 15 ലക്ഷം രൂപയാണ് കോടതി പെനാൽറ്റി വിധിച്ചത്. ഓക്കെ, 15 ലക്ഷം രൂപ. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. സാധനം കിടപ്പുണ്ട്, മനസ്സിലായ? 79 രൂപയായിരുന്നു അന്ന് എൻ്റെ വില. ഈ ചെറുക്കൻ നിഖിൽ എന്ന് പറയുന്നത് ചെറുക്കൻ മേടിച്ചു, അവൻ്റെ സ്കിന്ന് വെളുക്കൊന്നൊക്കെ പറഞ്ഞ് തേച്ചു. പക്ഷെ വെളുത്തില്ല, ഒരു ടോണും ചേഞ്ച് ആയില്ല. അവനത് കാരണം ഭയങ്കര മെന്റൽ ഡിസ്ട്രസ് ഉണ്ടാക്കിയെന്നാണ് അവന്റെ പരാതി. അങ്ങനെ കമ്മീഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പം സംഭവം ശരിയാണ്, ഇത് വലിയ മാറ്റമൊന്നും ഉണ്ടാവൂല, കേസിനകത്ത് കഴമ്പുണ്ട്, ഇവരുടെ പരസ്യം മിസ്ലീഡിംഗ് ആണ് ആളുകളെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പിഴ ഇട്ട് കൊടുക്കുന്നത്. നിഖിലിനല്ല 15 ലക്ഷം രൂപ കിട്ടിയത്, അവന് 60,000 രൂപ. കേസ് നടത്തിയതിന്റെ ചെലവ് ഒരു 10,000 രൂപയും പിന്നെ നഷ്ടപരിഹാരമായിട്ട് അവനൊരു 50,000 രൂപയും പിന്നെ 14,50,000 രൂപ ഡൽഹി സ്റ്റേറ്റ് കൺസ്യൂമർ വെൽഫെയർ ഫണ്ടിലോട്ടാണ് പോയത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കേസൊക്കെ ഉണ്ട്. ഇതുപോലെ കുറെ കേസുണ്ട് ഹെലനെ, ഈ പറയുന്ന കുറെ കേസുണ്ട്. നീ ജസ്റ്റ് തപ്പി നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇത് 2021 ഇതും എനിക്ക് ഓർമ്മയുണ്ട്. ഹെയർ ക്രീം, ഈ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ പണ്ട് മുടി കൊഴിയുന്നോണ്ടേ എനിക്കറിയാം. ഇല്ല, ഒരു ഹെയർ വാങ്ങി തേച്ച് കഴിഞ്ഞ് മുടി തഴച്ച് വളരുമെന്ന് പറഞ്ഞ അനൂപേന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെയും പോയി. ഇത് അതിനേക്കാളും മുട്ടൻ കോമഡിയാണ് ഇതിന്റെ കേസ്. ഹെയർ ക്രീം ഏതാ? ധാത്രിയുടെ ഹെയർ ക്രീമാണ്. ഇത് 2012 അനൂപ് മേനോന്റെ പരസ്യം കണ്ടിട്ട് 6 ആഴ്ച കൊണ്ട് മുടി തഴച്ച് വളരുമെന്നായിരുന്നു പരസ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്യം. അങ്ങനെ ഈ സാധനം വാങ്ങി തേച്ചു, മുടി തഴച്ച് വളർന്നില്ല. അത് കാരണം കൂട്ടുകാരും ബന്ധുക്കളും ഇയാളെ കളിയാക്കി, മാനസികമായി തളർന്നു. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം, ഒരു വ്യക്തി കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുന്നത്. അങ്ങനെ അന്വേഷണം നടക്കുന്നു. അനൂപ് മേനോനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അനൂപ് മേനോനെ ചോദ്യം ചെയ്യുന്നു. അനൂപ് മേനോൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഹെയർ ക്രീം യൂസ് ചെയ്തിട്ടേ ഇല്ല, എൻ്റെ അമ്മ കാച്ചിത്തരുന്ന എണ്ണയാണ് എൻ്റെ തലയിൽ തേക്കുന്നത്, അവര് പറഞ്ഞു ഞാൻ ചെയ്തു. ഇത്രയാണ് അനൂപ് മേനോൻ അന്ന് പറഞ്ഞത്. അപ്പം തെളിഞ്ഞു, ഇത് പ്രോമിസ് ചെയ്യുന്ന പോലെ മുടിയൊന്നും ഈ പറയുന്ന പോലെ, ഈ പരസ്യത്തിനകത്ത് പറയുന്ന പോലെ ഇതൊരു പ്രോമിസസ് ആണ് നമുക്ക് തരുന്നത്. മുടി തഴച്ച് വളരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് പോവാം, പക്ഷെ നമുക്ക് പ്രോമിസ് കൊടുക്കാൻ പറ്റില്ല. പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ കേസാവും. അനൂപ് മേനോന്റെ ഈ പറയുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മയും അന്ന് ചോദ്യം ചെയ്തിരുന്നു. പരസ്യത്തിൽ നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഫോറം കണ്ടെത്തി. അങ്ങനെ രണ്ടുപേരും, ഈ ധാത്രി കമ്പനിയും അതുപോലെ തന്നെ അനൂപ് മേനോനും 10,000 രൂപ വെച്ചിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് കൊടുക്കാൻ വിധിച്ചു. അതുകൂടാതെ ഈ സാധനം എവിടുന്നാണോ, ഏത് കടയിൽ നിന്നാണോ മേടിച്ചത്, ആ കടക്കാരന് 3,000 രൂപ ഈ പുള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് വിധി ഉണ്ടായി. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കേസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അങ്ങ് രക്ഷപ്പെടാമല്ലോ, ഞങ്ങള് സിനിമ നടന്മാരൊന്നും അല്ലല്ലോ, ഞങ്ങള് ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അന്നേരം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കഥ പറയാം. 2024 നമ്മുടെ പതഞ്ജലി ബാബാണ്ണന്റെ പതഞ്ജലി ഓർമ്മയുണ്ടോ? ഇവരുടെ പരസ്യം ഭയങ്കര മിസ്ലീഡിംഗ് ആയിരുന്നു. മിസ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അടിച്ചാക്ഷേപിച്ച് ഞങ്ങളുടെ സ്ഥാനത്ത് ഇതുണ്ട് അതുണ്ട്, എണ്ണയ്ക്കകത്ത് മറ്റേ വേറെ ഐറ്റം കലക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മർ അടിച്ചിരുന്നത്. പക്ഷെ ഉമ്മറിനകത്തൊരു പുണ്ണാക്കുമില്ല, മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം. ഇതാണ് ഉമ്മറുടെ പരസ്യം. അപ്പം ഇവന്മാരുടെ ഈ കേസ് നടക്കുകയാണ്. ഈ പതഞ്ജലിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പരസ്യത്തിനെതിരെ കേസ് നടക്കുകയാണ്. അതിനിടയിലാണ് കോടതി കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കോടതിയുടെ നിർദ്ദേശങ്ങൾ ഞാനൊന്ന് വായിക്കാം. TV, പ്രിന്റ്, ഇന്റർനെറ്റ് എന്നിവ ഒരു പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് നിർബന്ധമായും സെൽഫ് ഡിക്ലറേഷൻ സമർപ്പിക്കണം. സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അവർ പ്രചരിപ്പിക്കുന്ന ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള മതിയായ അറിവോ അനുഭവമോ ഉണ്ടായിരിക്കണം. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്ക് കമ്പനികൾക്കൊപ്പം ബ്രാൻഡ് അംബാസിഡർമാരും ഇൻഫ്ലുവൻസേഴ്സും ഒരുപോലെ ഉത്തരവാദികളാണ്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ഒരു പരസ്യത്തിൽ ഉൽപാദനത്തിന് തെറ്റായ വിവരം നൽകുകയോ, വ്യാജമായിട്ടുള്ള വിവരം നൽകുകയോ
വ്യാജ ഗ്യാരണ്ടി നൽകുകയോ പ്രധാന വിവരങ്ങൾ മറച്ചു വെക്കുകയോ കൺസ്യൂമറിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി തോന്നിക്കഴിഞ്ഞാൽ അതൊരു മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് ആയിട്ട് കണക്കാക്കും. ഇതിന് ശിക്ഷയുണ്ട്, സെലിബ്രിറ്റീസിന് ശിക്ഷയുണ്ട്. നമ്മൾ ഇത്രയും നേരം കണ്ടത് കമ്പനികളായിരുന്നു പെനാൽറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഇത് പരിചയപ്പെടുത്തുന്ന ആളുകൾക്കും ശിക്ഷയുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്ക് നിർമ്മാതാക്കൾക്കും ഈ സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസേഴ്സിനും 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താം. ഓക്കെ, അത് പിന്നെയും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ 10 എന്നുള്ളത് 50 ആവും. കൂടാതെ 1 വർഷത്തേക്ക് പരസ്യത്തിലൊന്നും അഭിനയിക്കുന്നതിൽ വിലക്കും കിട്ടും. അത് പിന്നെ അപ്പീലിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കൊല്ലം എന്നുള്ളത് 3 കൊല്ലം ആവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റയിലാണെങ്കിൽ പോലും അത് പരസ്യമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാലേ എല്ലാം മോളെ ഈ പടി പാളും. ഓക്കെ, അതുകൊണ്ട് വെറുതെ നമുക്കിങ്ങനെ വന്നിരുന്ന് പറയാൻ പറ്റത്തില്ല. എടേ ഞാൻ കാണിച്ച് നീയൊക്കെ വേണമെങ്കിൽ പോയി മേടിച്ചാൽ മതിയടേ, അതൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ പറയാൻ പറ്റൂല. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളുടെ കിടപ്പോശൊന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം പ്രിയപ്പെട്ട ഹെലന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രതികരിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹെലന്റെ ഗാർസോ പാഡിലേക്ക് പോവാം ഗൈസ്. ഇത്രയും പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഹെലൻ കുറച്ച് നാൾക്ക് മുമ്പ് മറ്റേ ഒരു സോപ്പ് ഉണ്ടല്ലോ, ഒരു സൈഡ് ഭയങ്കര റഫ്, ഒരു സൈഡ് മറ്റേ ഇത് വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ ടാൻ പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാരുടെ പരസ്യം. കുറേ പേര്, ഹെലൻ മാത്രമല്ല കുറേ പേര് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹെലനാണ് നമ്മുടെ മെയിൻ താരമായതുകൊണ്ട് നമുക്ക് ഹെലൻ ആ ഗാർ സോപ്പിനെ പറ്റി പറഞ്ഞ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, നമ്മളെ പറയൂ. മറ്റുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ടാൻ പൂർണ്ണമായി മാറ്റാന്നൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നില്ല. അത് അന്തസ്. പക്ഷെ ചിലവന്മാര് പറയുന്നുണ്ട് 1 ദിവസം കൊണ്ട് മാറുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹെലൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയത്തുള്ളൂ. 1 ദിവസം കൊണ്ടൊന്നും മാറൂല കേട്ടല്ല, 1 ദിവസം കൊണ്ട് മാറൂല. ബാക്കി പറ. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാജിക്കലി നിങ്ങളുടെ ടാൻ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. 7 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാന് കംപ്ലീറ്റ് ഈ കൈയൊക്കെ കറുത്തിരിക്കുന്ന വിളവളാന്നാവും. ഓക്കെ, ടാൻ മൊത്തം പോവും. ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ, എല്ലാം കൊച്ചു പറഞ്ഞില്ലയോ. ബാക്കി പറഞ്ഞോളെ. നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആവുന്നതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്നറിയോ? സ്കിൻ എക്സ്ഫോളിയേഷൻ. ഈ സോപ്പിന്റെ ടെക്സ്ചർ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. കണ്ട, രണ്ട് സർഫസ് ആണ് സോപ്പിനുള്ളത്. ഇതാണ് റഫ് സൈഡ്. ഇത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ടാൻ ലെയർ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതാണ് ഇതിന്റെ സ്മൂത്ത്. നമുക്ക് ഈ മറ്റേ സാധാ സോപ്പിട്ട് കുളിച്ചിട്ട് കല്ലിട്ട് വെച്ചാൽ പോരെ, കുറച്ചും കൂടെ റിമൂവ് ആവത്തില്ല അന്നേരം. ഇത് നമ്മുടെ സ്കിൻ നല്ല നെറിഷ് ആയിട്ടിരിക്കാനും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര പ്രീമിയമും നാച്ചുറൽ ആണ്. ലൈക്ക് ഗോട്ട് മിൽക്ക്, സാൻഡൽവുഡ്, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ സാഫ്രോൺ ആൻഡ് ട്രസ്റ്റ്. സാഫ്രോണ്, പാട്ടുംപാല്, പിന്നെ സാൻഡല്, ഇത്ര ഐറ്റംസാ. എത്ര 200 എങ്ങാണ്ടല്ലേ? 200 രൂപയ്ക്ക് ഇത്രയും കിട്ടുമോ? എന്തിനാ തേച്ചൊരച്ച് കുളിക്കുന്ന? തിന്നൂടെ? നല്ല ഗുണമുള്ള സാധനമല്ല. ഓട്ടുംപാലും സാൻഡലും കുങ്കുമം അതൊക്കെ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. ജ്യൂസ് അടിച്ച് കുടിച്ചൂടെങ്കിൽ പിന്നെ പതയൊന്നും കളയില്ല കേട്ടോ. പതയൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കണം. ഇത് തേച്ചിട്ട് കഴുകിക്കളഞ്ഞാ അതിനകത്തോട്ട് പൊഴുകി പോകുന്ന കാണുമ്പോ നമുക്ക് ചങ്കടിക്കും. ഇത് വെച്ച് കുളിച്ചിട്ട് ഓട്ടുംപാലാ ഒഴുകി പോന്നെ വിത്ത് സാൻഡല്. ഗൈസ്, ഈ ഒരു സോപ്പിന്റെ ഫ്രേഗ്രൻസ് ഒരു രക്ഷയുമില്ല. നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് ഈ ഒരു സ്മെല്ല് നിങ്ങളെ മേത്തന്നെ ഇങ്ങനെ കിടക്കും. ലോങ് പെർഫ്യൂം ലാഭിക്കാം ഗൈസ്. ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂസ്ലി 7 ദിവസമായി യൂസ് ചെയ്യുന്നു. എന്റെ സ്കിന്നിലുള്ള ടാൻ നല്ലപോലെ പിടിച്ച് നീ ഇത് മറ്റേ അയ്യോ, ഇത് പറഞ്ഞ് ഞാൻ തോറ്റി. ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതാണ്ട് നീ ഇത് കുളിച്ചപ്പോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഭിത്തി വരെ വെളുത്തല്ലോ കുഞ്ഞ നിന്റെ. ഇത് നോക്കിയേ, ഇത് വല്ലാത്തൊരു കഴിവുള്ള സോപ്പ് തന്നെ കേട്ടാ. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഭിത്തി ആ ഫ്രിഡ്ജും കൂടെ ഒന്ന് പറ്റിയിരുന്നെങ്കിൽ ഒന്ന് വെളുപ്പിച്ചിരുന്നെങ്കിൽ നന്നായേനെ. ഇത് മറ്റേ പരിപാടി ഇല്ല, ഡള്ളായിട്ട് ഫോട്ടോയൊക്കെ നമുക്കറിയാം. ഓക്കെ, കൊള്ളാം നീ എന്താണെങ്കിലും. റിമൂവ് ആയതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇത് 3 എണ്ണം ഫോട്ടോയ്ക്കകത്ത് വേറെ കളർ, വീഡിയോക്കകത്ത് വേറെ കളർ, എന്തൊക്കെയാണ് ഈ ടാൻ റിമൂവൽ കാണിക്കുവാണോ?
അത് ചാറ്റി പഠിക്കുന്നു. ഈ ഒരു സോപ്പിന്റെ ടെക്സ്ചർ എസ്പെഷ്യലി നമ്മുടെ സ്കിന്നിന്റെ എക്സ്ഫോളിയേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിലുള്ള വിട്ടുമാറാത്ത ടാൻ റിമൂവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് 21 മുതൽ 25 ദിവസം വരെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ ആ മാജിക് മനസ്സിലാവും. താങ്ക് മീ ലേറ്റർ. ഞാനിപ്പോ താങ്ക് യു പറയാവേ. അപ്പം അതാണ് നമ്മുടെ ഹെലൻ കൊച്ചിന്റെ ഗാർ സോപ്പ്. അപ്പം 7 ദിവസം ഉപയോഗിച്ചപ്പോഴേ ഹെലന്റെ ടാനെല്ലാം മൊത്തം പോയി. പക്ഷെ 20 തൊട്ട് 21 ദിവസം വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടാനും പോകും. നിങ്ങളുടെ ദേഹത്തുള്ള കംപ്ലീറ്റ് ടാനും പോകുമെന്നാണ് ഹെലന്റെ വാദം. ആക്ച്വലി ദിസ് ഈസ് എ പ്രോമിസ്. ഹെലൻ ഒരു പ്രോമിസ് പോലാണെന്ന് പറയുന്നത്. ഓക്കെ, ആരെങ്കിലും നേരത്തെ ഒറ്റയില്ല വെളുക്കുന്നതിന്റെ മമ്മൂട്ടിക്കെതിരെ കൊണ്ട് പരാതി കൊടുത്തതിന്റെ തൊട്ട് ഹെലന്റെ എതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സീരിയസ്ലി കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓക്കെ പെനാൽറ്റി കൊടുക്കാണ്ട പറയാം. ഇനി ഈ ഹെലന്റെ വീഡിയോ ഇടയിൽ ഒരു കൊച്ചൊന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചി 5 മാസം 6 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മാങ്ങാത്തൊലിയും എനിക്ക് ഇത് വെച്ച് ഉപയോഗിച്ചിട്ട് കിട്ടിയില്ല. അൺഫോർച്ചുനേറ്റ്ലി ആ കൊച്ചു നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. ഓക്കെ, ഞാൻ ആ കൊച്ചിന് മെസ്സേജ് അയച്ചു. ആ കൊച്ചിന് ഞാൻ മെസ്സേജ് ചെയ്ത സമയത്ത് ആ കൊച്ചു കണ്ട് എനിക്ക് പല ഐറ്റംസും കണ്ട് ഇതിൻ്റെ അടുത്ത് അയച്ചു തന്നു. ആ കൊച്ച് മേടിച്ച പാക്ക്, 5 മാസം മേടിച്ച സോപ്പിന്റെ ഇതെല്ലാം എടുത്ത് അയച്ചു തന്നു. ഓക്കെ, 5 മാസം കൊച്ചു ഉപയോഗിച്ച് തന്നെ അയച്ചെന്ന് എന്നിട്ട് ഒരു വോയിസ് വിട്ടിട്ടുണ്ട്. ആ വോയിസ് ഞാനൊന്ന് കേൾപ്പിക്കാം. ഒരു മാറ്റം ഉണ്ടായില്ല. ഇത് 2025 ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ ആഡ് ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വന്നായിരുന്നു. അപ്പം അത് ഇത് ഹെലന്റെ ആഡ് കണ്ടിട്ട് മേടിച്ച് അയച്ചതൊന്നും അല്ല. ഓക്കെ, ഹെലൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേര് ഇതിനെ പറ്റി ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഹെലനെ മാത്രം കുറ്റപ്പെടുത്തുമെന്നല്ല, ഹെലൻ പറഞ്ഞതിന്റെ പേര് ഹെലന്റെ വീഡിയോ എടുത്ത് വെച്ചേ ഉള്ളൂ. ഓക്കെ, മോളെ നീ അങ്ങനെ വിചാരിച്ചേക്കല്ലേ. അപ്പം ഇത് ഹെലൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കൊച്ച് ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നു, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ആഡ് ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വന്നായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങി യൂസ് ആക്കിയത്. ഇത് ഭയങ്കരമായിട്ട് ടാന് പോവാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് യൂസിൽ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്മെല്ല് ഭയങ്കര നല്ല സ്മെല്ലായിരുന്നു. പിന്നെ അത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഒരു ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസിലൊരു ചെറിയ ഗ്ലോ വന്ന പോലെ നമുക്കിടെ ഉള്ളിൽ മീൻസ് നമുക്കെന്നൊന്നും തോന്നത്തില്ലേ, അതേപോലത്തെ തന്നെ ഫീലായിരുന്നു എനിക്കും. അതായത് ഞാൻ ഫസ്റ്റ് ആ സോപ്പ് കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്കും ടാൻ പോകണ പോലെ തോന്നി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ, ഇപ്പോൾ ആഡിൽ നമ്മൾ 7 ദിവസം കണ്ടാലും കുറച്ചുകൂടി ലോങ് പീരീഡിൽ യൂസ് ആക്കിയാൽ മാത്രമല്ലേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഞാനതൊരു 5-6 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു. അതായത് അതിനകത്ത് എന്തോ ഞാൻ വാങ്ങിച്ചത് എന്തോ 2 ബാറോ അങ്ങനെ എന്തോ ഒരു കോംബോ പാക്കായിരുന്നു. 2-3 ബാർ ഇങ്ങനെ കോംബോ പാക്ക് പോലെ വരുന്നതായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും നാളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തത്. ഒരു വട്ടം വാങ്ങി എന്നിട്ട് അത് തീർന്നു എന്നിട്ട് ഞാൻ പിന്നെ ഓർഡർ ചെയ്ത് വാങ്ങിയായിരുന്നു. റിസൾട്ട് കുറച്ച് നാൾ ഉപയോഗിച്ച റിസൾട്ട് വരുമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും വന്നില്ല. അതുകൊണ്ട് പിന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവ്. മീൻസ് നമ്മൾക്ക് നോർമലി ഇതിൻ്റെ പകുതി റേറ്റിന് നോർമലി ഒരു സോപ്പോ അല്ലെങ്കിൽ ഒരു ബോഡി വാഷോ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നിർത്തിയത്. കേട്ടല്ലോ, അതുകൊണ്ട് ആ കൊച്ച് നിർത്തി. 5-6 സോപ്പ് ആ കൊച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സോപ്പിന് എന്തോ 200 രൂപ കൊണ്ടാണ് വില. ഓക്കെ, എന്നിട്ടും ഒരു വ്യത്യാസവും ഇല്ല. ആദ്യം ഒന്നും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു മഞ്ഞപ്പ് ഒക്കെ ഫീൽ ചെയ്യും. പോയോടെ എന്നൊരു തോന്നും. പക്ഷെ അത് തോന്നിക്കൽ മാത്രമാണ്, ഊമ്പിക്കലാണെന്ന് നമ്മൾ പിന്നീട് ഇത് മേടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആദ്യം തോന്നിക്കും, പിന്നെ നമ്മൾ ഊമ്പിക്കും. ഇതാണ് ഈ സോപ്പിന്റെ പരിപാടി. മാത്രമല്ല, ഇത് പോട്ടെ, നമുക്ക് വേറൊരാളുടെ വീഡിയോ കൂടെ കാണാം. ഇതിന്റെ റിവ്യൂ പറഞ്ഞൊരു പയ്യന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം. എടാ മോനെ, അപ്പൊ ഖാറിന്റെ സോപ്പ് ഉപയോഗിച്ച് ഈ ഒരു പരിവായിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായിട്ട് എന്ത് പോസിറ്റീവ് ഉണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഈ സോപ്പ് ഉപയോഗിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ എല്ലാവരെയും പറ്റിക്കാനുള്ള ഒരു കഴിവ് ഈ സോപ്പിനുണ്ട് സത്യമായിട്ടും. കാരണം ഇത് ഉപയോഗിക്കുന്ന ടൈമിലല്ലേ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കയ്യിൽ മാത്രം തേച്ച് ഒരു കയ്യിൽ തേച്ചില്ല, എന്നിട്ട് ഇതൊന്ന് കഴുകി കളയുമ്പോൾ ഉള്ള ഒരു റിസൾട്ട് കാണണം ഗൈസ്. നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ആ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓഫ് ഇത് ടാനൊക്കെ അങ്ങ് മാറ്റും, ഫുള്ള് സെറ്റ് ആവുമെന്ന് വിചാരിക്കുക. പക്ഷേങ്കിൽ അവിടെയാണ് നമ്മൾ എല്ലാവരും പറ്റിക്കപ്പെടുന്നത്. ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് വെറും കുറച്ച് മിനിറ്റ്സിലേക്ക് നമ്മളൊന്ന് കുളിച്ചിറങ്ങുന്ന ആ ഒരു ടൈമിലേക്കുള്ള ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഒഴിച്ചാൽ ഒരു ഉപയോഗവും ഇല്ല. ഇതുകൊണ്ട് ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗവും ഇല്ല. ടാൻ മാറുന്നതിൽ PhD എടുത്ത സോപ്പാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞ ഇവന്മാരോടൊക്കെ നമ്മൾ ഈ സാധനം മേടിച്ച പൈസ തിരിച്ച് വാങ്ങാൻ വേണ്ട ഗൈസ്. ഉള്ളത് പറയാലോ, നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമല്ല, ഞാൻ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ പറയണമെന്ന് വിചാരിച്ചു തന്നെ ചെയ്തത്. പക്ഷേ എങ്കിലും ഒന്നും പറയാനില്ല, ഒരു ഉപയോഗം ഇല്ലാത്ത സോപ്പാണ്. സോ ഇതാണ് എന്റെ റിവ്യൂ. നിങ്ങൾ ആരെങ്കിലും അപ്പം ഇതാണ് അവസ്ഥ. അപ്പൊ ഹെലനെ കേട്ടല്ലോ, കൂടുതൽ ഞാനിപ്പോ ഞാൻ പറയണ്ടേ?
നീ ഒന്ന് മനസ്സിലാക്ക്. അപ്പൊ അങ്ങനൊന്നും അല്ല കാര്യങ്ങള്. വേണമെങ്കിൽ അങ്ങനൊന്നും വന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഓക്കെ, ഒരു സാധനം ആൾക്കാരിലോട്ട് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പരിചയപ്പെടുത്തുന്ന ആൾക്കാർ ഉണ്ട്, അവർക്കുണ്ട്. നിങ്ങളുടെ ക്രെഡിബിലിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ, നിങ്ങളൊക്കെ ഉള്ള വിശ്വാസം വെച്ചിട്ടാണ് ആൾക്കാർ മേടിക്കുന്നത്. ഹെലനോട് ആൾക്കാർക്ക് സ്നേഹമുണ്ട്, നിന്നോട് നീ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ കേൾക്കും, അതിന്റെ ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ് നിന്നിലുണ്ട്. ഇത് കണ്ടിട്ടാണ് ആൾക്കാർ അത് മേടിക്കുന്നത്. അപ്പം വന്നിട്ട് വെറുതെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. നീയൊക്കെ വേണമെങ്കിൽ മേടിച്ചാൽ മതി, ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളാൻ പറ്റില്ല കുഞ്ഞെ. ഓക്കെ, എനിക്ക് നിന്നെ ഒന്നും മനസ്സിലാക്കി തരണമെന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടത്. നീ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ശരി, ബൈ.